സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിലുള്ള റോഡ് ഉണ്ടല്ലോ ഗൈസ്, ആങ്കർമാൻ. അപ്പോൾ ആ ഒരു കാർഡിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡിവിഷൻ മാച്ചിൽ. അപ്പം ഇന്നത്തെ ഓപ്പോണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും നോക്കിയാൽ ഗൈസ്. അപ്പോൾ നമ്മുടെ ഓൾറെഡി മെയിൻ ചാനലിൽ റീൽസിന്റെ ഞാൻ ഓൾറെഡി നമ്മുടെ ഇപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോ വരുന്നുണ്ട്. നമ്മുടെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അപ്കമിങ് പാക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി ആ ഒരു ചാനലാണ് ഞാനിപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഗൈസ് ഈ ഒരു കാർഡ് എടുക്കാൻ പോകുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾ എടുത്തവരൊക്കെ ഉണ്ട് ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഉഷാറാക്കാൻ വെച്ചാൽ അവരെല്ലാവരും സബ് ചെയ്ത് പവറാക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ നോക്കുകയാണ് നമ്മുടെ ഓപ്പോണന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ ഓൾറെഡി നമ്മുടെ ഡിവിഷൻ 3 ഗൈസ് കളിക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങളിപ്പോൾ ഡിവിഷനിലൊക്കെ എവിടെയാ ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പം എങ്ങനെ ഉണ്ടാവും നോക്കിയൊക്കെ ഗൈസ്. റോഡ്രിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അത്യാവശ്യം നല്ല കാർഡാന്ന് കേൾക്കുന്നുണ്ട്. ആങ്കർമാൻ ആയാലും പാസും ത്രൂ പാസ്സൊക്കെ അത്യാവശ്യം കയറുന്നുണ്ട്. അപ്പം എല്ലാ പ്രാവശ്യത്തെ പോലെ ഞാനിതാ നമ്മുടെ ബോളും കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട് മച്ചാമാരെ. ഇതാണ് ഞാൻ എടുക്കുന്ന ബോള്. അപ്പൊ വെറൈറ്റി ഒക്കെ വേണ്ട, ഇടയ്ക്ക് നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഗൈസ്. അപ്പം ഇന്ന് ഓൾറെഡി നമ്മുടെ പോട്ട്മേയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കഴിഞ്ഞ ദിവസം വന്നതൊക്കെ ഗൈസ്. ഇപ്പൊ ഇതാണ് ഓപ്പോണന്റ് നമ്മുടെ മാക്കലിസ്റ്റർ, ജെറാഡ്, ഉപമിക്കാനുണ്ട്, ടോറസും ബെയിലുമാണ്. CF 2 CF ഒരു SS നമ്മുടെ അതേ പാറ്റേൺ ആണ് അച്ഛൻ യൂസ് ചെയ്തത്. അപ്പൊ ഗൈസ് 99 വരെ നമ്മുടെ റോഡ്രി നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് കയറും. അപ്പൊ നമ്മൾ സുരേന് നെയ്മർ ആ ഒരു ഇത് ഇട്ടേക്കുന്നത് നമ്മുടെ പാർക്കിൽ ഞാൻ അല്ല വേണ്ട, ജെറാഡിന് പകരം നമുക്ക് റൈഗാർഡിനെ ആക്കണം ഗൈസ്. ആബിയിൽ ഞാൻ ഫസ്റ്റ് ഹാഫ് ഇട്ടിട്ടുണ്ട്. റൈഗാർഡിന് ഞാൻ എടുത്തിട്ട് CMF ആക്കിയിട്ടുണ്ട് ഗൈസ്. ശരിക്കും ആങ്കർമാൻ ആണ്, പക്ഷെ എന്തായാലും ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാകുന്ന നോക്കി വെക്കാം. അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിച്ച് ഉഷാറാക്കണം. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും ഗ്രാഫിക്സ് ഫുൾ ആയിട്ട് ഇട്ട് കളിക്കുകയാണ്. ഇനി വരുന്നതിൽ നമുക്ക് അങ്ങനെ ശരിയാക്കാം. കാരണം ഓൾറെഡി ഇനിയിപ്പം വെറൈറ്റി കാരണം ഓൾറെഡി നമുക്ക് ഇന്നലെ കോട്ടോയ്സിന്റെ ആ ഗോളി ഉണ്ടല്ലോ മച്ചാവരെ, നമ്മുടെ പ്ലെയർ ഓഫ് ദ ഡേ വന്നത് അത്യാവശ്യം നല്ല കാർഡാന്ന് കേൾക്കുന്നുണ്ട്. നമുക്കത് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് സെറ്റ് ആക്കാം. ഓ മച്ചാവരേടാ, ഇതില് സ്മൈക്കിളാണ് ഒപ്പോണന്റെ ഗോളി, നമ്മുടെ ഗോളി ഒലിവർഗാനാണ്. അപ്പൊ ഇതിൽ കിടിലൻ കളിയായിരിക്കും. സേവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ വരിക നമുക്കറിയില്ല. എന്തായാലും നമുക്ക് ഇനി പൊളിക്കണം. പിന്നെ ഓൾറെഡി നമുക്ക് ഡീപ്പോളാണ് ഇനിയുള്ള നമ്മുടെ ഡിവിഷൻ മാച്ചിൽ. ഇത് ബെയിൽറ്റ് നമുക്ക് അവർക്കാണ് ഫസ്റ്റ് ടച്ച് ഗൈസ്. നമ്മുടെ മെസ്സി, സുര, ഞാൻ MS കേട്ടോ ട്രൈ ചെയ്യുന്നത്. നമ്മുടെ മെസ്സി, സൂര്യ, നെയ്മർ ഇതാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ BBC ഒന്ന് ട്രൈ ചെയ്യാം. രണ്ടും കൂടെ മിക്സ്ഡ് കളിച്ചാലൊക്കെ ഒന്ന് ഉണ്ട് കഴിച്ചപ്പം. നമ്മുടെ ടോറസ് ഇടാം ഫസ്റ്റ്. നമുക്ക് ചാൻസിട്ട് കൊടുക്കല്ലേ എന്റെ പൊട്ടി കഴിച്ചടാ ഗൈസ്. എന്തോ ഭാഗ്യത്തിനാണ് വലിച്ചടിക്കാത്തോണ്ടാണ് ഗോള് കയറാത്ത, അല്ലേ ഷുവർ ഗോളാണ്. കാരണം ഇത് അടി കുറഞ്ഞു. ഇതാ റോഡ്രിന്റെ ഫസ്റ്റ് ടച്ച്, റൈഗാർഡ്, ജെറാഡ്, ബെയില് കിട്ടിയിട്ടുണ്ട്, റോഡ്രി, നമ്മുടെ മെസ്സി കിട്ടിയിട്ടുണ്ട്, റൈഗാർഡ്, സുര. ഓക്കെ നല്ലൊരു ചാൻസ്. നെയ്മർ, മെസ്സി കുറച്ചേരിട്ട് ഓടിപ്പിക്കാൻ പുയോളിനെ. മെസ്സി ഗൈസ് രണ്ടുപേരെ വെട്ടിച്ചിട്ടുണ്ട്. ഇനിയൊന്നും മെല്ലെ പാസ് ഇട്ട് നെയ്മർ അടിച്ചോ ഗൈസ്. പവർ കുറഞ്ഞു വേടാ അല്ലേ ഗൈസ്. അപ്പൊ എന്തായാലും നമ്മുടെ ബെയിലിനല്ല റൈഗാർഡ് നമ്മുടെ സുര അടിച്ചു. നെയ്മർ, മാക്കലിസ്റ്റർ, പിന്നെ ജെറാഡ്. ഓക്കെ നല്ലൊരു പാസ്. നെയ്മർ പോകുന്നുണ്ട് എടുത്തെടുത്ത് ടോണി ആഡംസ് നമ്മുടെ നെയ്മറിലേക്ക് ഗൈസ്. നെയ്മർ ടു പോയില്ല, ജെറാഡ്, പിന്നെ ടോറസ് വീണ്ടും ജെറാഡിലേക്ക്. രണ്ടുപേർക്കും ജെറാഡ് ഉണ്ട് ഗൈസ്. അപ്പൊ ബെയിൽ ഒന്നാമത് ബ്രിക്സ് ബെയിൽ ആയതുകൊണ്ട് റോഡ്രി ഗൈസ് കിട്ടിയിട്ടുണ്ട്. റൈഗാർഡ് ഓക്കെ നല്ലൊരു ചാൻസ്. നെയ്മർ, സുര, പുയോൾ എടുത്ത് ഗൈസ്. അല്ലെ നല്ലൊരു ചാൻസ് ആയിരുന്നു. അത് മറ്റേ ഫ്രീ പുയോളാ ഗൈസ്. അപ്പൊ അത്യാവശ്യം നല്ല കാർഡാന്ന് തോന്നുന്നു. ടോണി ആഡംസ് ടു നെയ്മർ, മെസ്സി കിട്ടിയിട്ടുള്ളൊരു ചാൻസ്. ഓക്കെ റൈഗാർഡ്, ഓക്കെ സുര, ഓക്കെ നെയ്മർ, നല്ലൊരു ചാൻസ് അടിച്ചോ എന്റെ പൊന്നു ഗൈസ്. അപ്പൊ കിടലിനൊരു പാസ് അസിസ്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെന്തായാലും ഫസ്റ്റ് ഗോൾ നെയ്മറിനെ വെച്ച് അടിച്ചു. ടപ്പാന്ന് പറഞ്ഞ് അടിച്ചു ഗൈസ്. പെട്ടെന്നുള്ളൊരു മാർക്കിംഗ് ആയിരുന്നു. അവര് വലിച്ചതിനകത്തോണ്ട് സുഖമായിട്ട് ഗോൾ അടിക്കാൻ പറ്റി, നല്ല കറക്റ്റ് ടൈമില് ഗൈസ്. അപ്പൊ എന്തായാലും ബെയില് ടു മാക്കലിസ്റ്റർ ഗൈസ്. ഇതിന് ലീഡ് നടത്തണം. നമുക്ക് കൂടുതൽ ഇങ്ങോട്ട് അതായത് ഇനി ഗോൾ അങ്ങോട്ട് അടിക്കണം, അല്ലാണ്ട് ഇങ്ങോട്ട് വീഴ്ത്തി കഴിഞ്ഞാൽ പടിയാവും. കാരണം ഒരു ഗോൾ എപ്പോ വേണമെങ്കിലും ഇതാവും. അതാണ് ഈ ഒന്നിന്റെ ഒക്കെ പ്രശ്നം. റൈഗാർഡ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് സുര പോട്ടെ. എന്റെ ഒരു ഐഡിയ നമ്മുടെ മെസ്സിക്ക് പാസ് കൊടുത്തിട്ട് അവിടെ നിന്ന് അടിക്കാറുണ്ട്, പക്ഷെ അത് ഞാൻ ഓടി വന്നപ്പോ കിട്ടിയില്ല ഗൈസ്. ടോണി ആഡംസ്, റൈഗാർഡ്, മെസ്സി ഒരു ചാൻസ് ഉണ്ട് ഗൈസ്. പോട്ടെ നമ്മുടെ സുര. എടാ ഞാൻ എന്തിനാണ് അങ്ങോട്ട് പാസ് കൊടുത്തത്? സ്റ്റണ്ണിങ് ഞാൻ അടിച്ചാൽ മതി ഗൈസ്. ഞാൻ എന്താ പറയാ പുയോട് വലിച്ചിടല്ലോ എന്ന് വെച്ചിട്ടാണ് കൊടുത്തത്. പക്ഷെ ഇവന്മാർ എനിക്കൊന്നും ടാക്കിൾ ഒന്നും ചെയ്യില്ല എന്തോ ഗൈസ്. അത് പറയാൻ പറ്റില്ല. ഒപ്പോണന്റ് അത്യാവശ്യം നല്ല ഒപ്പോണന്റ് ആണ്. നെയ്മർ കിട്ടിയിട്ടുണ്ട്. നെയ്മർ ടു നമ്മുടെ നെയ്മർ അടിപൊളി. റോഡ്രി
നെയ്മർ ചേടാ ഇങ്ങോട്ട് പാസ് ചെയ്താൽ മതിയായിരുന്നു. സനേറ്റി ത്രൂ പാസ് പോയിട്ടുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും മച്ചാമാരും ഹാഫ് ടൈം ആവാനായിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ സനേറ്റി ടു ജെറാഡ് ഗൈസ് ഓൾറെഡി നമുക്ക് ഇനിയിപ്പം ഈ വ്യാഴാഴ്ച ഒരു പാക്ക് വരാണ്ട് വീണ്ടും വണ്ടി വരുന്നുണ്ട് ഗൈസ്. ഗൈസ് അപ്പൊ ആ വണ്ടി പോയി. നമ്മുടെ അക്കാഞ്ചി സനേറ്റി മച്ചാമാരടാ, എനിക്ക് അക്കാഞ്ചി മാത്രമേ കിട്ടിയിട്ടുള്ളൂ, മറ്റേ കാർഡ് കിട്ടിയിട്ടില്ല. ബെക്കമ്പർ ഗൈസ് വണ്ടിച്ചേട്ടന്മാരാരെ പുറത്തു കൂടെ പോകുന്നുണ്ട്. ഓക്കെ നെയ്മർ നല്ലൊരു പാസ്, നെയ്മർ അല്ല മെസ്സി വീണ്ടും കിട്ടിയിട്ടുണ്ട്. എടാ സനേറ്റിലേക്ക് പോയി ഗൈസ്. പുയോളും നമ്മുടെ അക്കാഞ്ചി നീങ്ങുന്നില്ല അവിടുന്ന്. നെയ്മർ മെസ്സി ഒരു ചാൻസ് പക്ഷേ സനേറ്റി ഗൈസ് പാസ് ഇട്ടാൽ മതിയായിരുന്നു അല്ലേ. കറക്റ്റ് പാസ് ഇട്ടാൽ ഞാൻ ത്രൂ പാസ് കൊടുത്താ പണിയായത് ഗൈസ്. വെയിലൊരു മിക്കവാറും ഒരു ധരിക്കാനുള്ള പരിപാടിയായിരിക്കും. ഓക്കെ റോബർട്ടോ കാർലോസ്, നെയ്മർ, നമ്മുടെ സുര ഒരു ത്രൂ പാസ് നടന്നില്ല ഗൈസ്. കാരണം കറക്റ്റ് ത്രൂ പാസ് ആയിരുന്നു നമുക്കത് ചിലപ്പോൾ ഗോൾ അടിക്കാൻ പറ്റിയാലേ മച്ചാവരയുടെ. അപ്പൊ എന്തായാലും ഇന്ത്യ കേട്ടോ നമ്മുടെ ഇത് ഇന്ത്യ എന്ന് പറഞ്ഞ പേരിട്ടില്ല വന്ന ഗൈസ്. അപ്പൊ എന്തായാലും നമ്മുടെ ഓപ്പോണന്റ് മറ്റേ ജെറാഡിനെ റൈറ്റ് വിങ്ങിലൊക്കെ പോയിട്ടുണ്ട്. എനിക്കൊന്നും അവിടെ നിന്ന് ത്രൂ പാസ് അടിക്കാനുള്ള പ്ലേറ്റ്സ് അല്ലല്ലോ, ഇത് അടിക്കാനുള്ള പരിപാടിയാ ഗൈസ്. അപ്പൊ എന്തായാലും ലീഡ് നമുക്ക് ഒരു ഗോൾ ഉണ്ട്. ഇനി ഹാഫ് ടൈമിന് ശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല. റോഡ്രി എനിക്ക് തോന്നുന്നു ഗൈസ് കുഴപ്പമില്ലല്ലോ, അത്യാവശ്യം ഒരു ഇത് കിട്ടുന്നുണ്ട് റോഡ്രി. പിന്നെ 99 ഗൈസ് ഇത് ഉള്ളത്. പിന്നെ അതിനകത്ത് ഗൈസ് ക്രോസ് സ്പെഷ്യലിസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്രോസ് ഒക്കെ ഇല്ലാത്തതുണ്ടെങ്കിൽ നോമിനേറ്റിംഗ് കോൺട്രാക്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല, എടുത്തു വെക്കുക. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടിച്ചോ. ഓവൻ നല്ലൊരു ചാൻസ് ഉണ്ട്, അടിച്ചോ. എന്റെ പൊന്നു ഗൈസ് കഴിഞ്ഞ ദിവസം നമ്മള് ഇതേ ഒരു അസിസ്റ്റ് ആട്ടാ പോയെ. ഈ മെസ്സിന്റെ ത്രൂ പാസ് കിട്ടിയിട്ടാണ് ഈ അസിസ്റ്റ്. കഴിഞ്ഞ ദിവസം സെയിം മെത്തേഡ്. ഇതിപ്പോ 2 ഗോൾ അടിച്ചിട്ടുണ്ട്. അക്കാഞ്ചി, ഹക്കീമി. ഇവര് ഏതായിരുന്നു നമ്മുടെ മാനേജർ, ഒപ്പോണന്റ് മാനേജർ ഏതായിരുന്നു? കപ്പല്ലുകാരോ ശ്രദ്ധിച്ചില്ല. മാക്കലിസ്റ്റർ, നമ്മുടെ കിമ്മിച്ച് ഗൈസ് കിട്ടിയിട്ടുണ്ട്. മെസ്സി, നമ്മുടെ റോഡ്രി ടു നെയ്മർ, പൊടെ റൈഗാർഡ്. എടാ അവിടെ അടിക്കണ്ടായിരുന്നു, അടിച്ച നന്നായി. നെയ്മർ ഓക്കെ കറങ്ങട്ടെ. നമ്മുടെ ഓവൻ അക്കാഞ്ചി എടുത്ത് ഗൈസ്. യമാലി ഇറക്കിയുള്ള ഒരു റൈറ്റിലേക്ക്. എടാ ഗൈസ് യമാലി സബ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എംബാപ്പെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞു സാബി ഒരു ചാൻസ് ഉണ്ട്. നെയ്മർ, ഓവൻ. എടാ അത് നടന്നില്ല ഗൈസ്. ഞാൻ അത് ത്രൂ പാസ് ഇടാനുള്ള പരിപാടി ചെയ്യുന്നു, പക്ഷെ അത് കറക്റ്റ് എന്റെ പ്ലാൻ പിടുത്തം കിട്ടി. അതുകൊണ്ട് ഇനി അവിടെ സമ്മതിക്കുമെന്ന് അറിയില്ല. യമാല് സ്പെയിൻ യമാല് ഗൈസ്. അക്കാഞ്ചി കിമ്മിച്ച് ഒരു ഗൈസ് കറക്റ്റ് ഉണ്ടല്ലോ, മറ്റേ ടിക്കറ്റാക്കി അല്ല, കറക്റ്റ് ഇതിലാണ് നമ്മൾ കളിക്കുന്ന പൊസിഷൻ പോലെ. ഓവൻ ഞാൻ ഗൈസ് അവിടുന്ന് ക്ലിയർ അപ്പ് ഇതടിച്ചാലേ പണിയാവും. എംബാപ്പെ, മെസ്സി എടുക്ക് ഗൈസ്. കോർണർ പോയി. പിന്നെ മച്ചാമനെ ഓൾറെഡി നമുക്ക് ആ എംബാപ്പെ ഉണ്ടല്ലോ നമ്മുടെ പുതിയ വന്ന ഷോട്ടേം കാർഡ്, അത് അത്യാവശ്യം കിടിലെ കാർഡാണ് കേട്ടോ. കാരണം സ്റ്റാൻഡിങ് ഒക്കെ പറന്ന കയറുന്ന സാധനം. പുതിയ കാർഡുകൾ നമുക്ക് യമാലിലേക്ക് അടുത്ത വരുന്നത് തോന്നും. ഹക്കീമി എടുക്ക്. ഓക്കെ കോർണർ പോവോ? ഇല്ല. ബെക്കമ്പർ ടു നമ്മുടെ ഓവൻ, മെസ്സി ഒരു ചാൻസ് പോയടാ ഗൈസ്. റൈഗാർഡ്, യമാല് പോയി. എംബാപ്പെ എങ്ങോട്ടാ പോകേണ്ടത്? ടോണി ആഡംസിന്റെ കാലത്തിട്ട് വീണ്ടും പോയി. ടോണി ആഡംസ് നമുക്ക് കഴിഞ്ഞ ദിവസം നല്ലൊരു സേവറായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ മച്ചാമാര് നമ്മുടെ പെർലവന്റെ. അതിൽ നിങ്ങൾ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേനും കിഡിലൻ ഡിഫെൻഡിങ് ആണ്. പക്ഷെ ടോണി ആഡംസ്. അപ്പൊ നിങ്ങളുടെ ഡിഫൻഡേഴ്സ് ഒക്കെ ജസ്റ്റ് കമന്റ് ചെയ്യാം. റിയോ ഒക്കെ വരുന്നുണ്ട്. നമുക്ക് എല്ലാം ഉഷാറാക്കണം. മെസ്സി, മാക്കലിസ്റ്റർ ഗൈസ്. കോച്ചാട്ടിന്റെ കാല് തട്ടിപ്പോയി, പ്രഷർ ആക്കിയിട്ട് പോകുന്നില്ല. മാച്ചപ്പ് ആക്കിപ്പോയി ഗൈസ്. ഓക്കെ റോഡ്രി ഗൈസ് എടുക്കുന്നുണ്ട് കേട്ടോ. സംഭവം നല്ല കാർഡാണ്. എടാ നല്ല പാസ്, പക്ഷെ അടിച്ച ഇച്ചിരി മാറിപ്പോയി ഗൈസ്. നല്ല പാസ് ആയിരുന്നു. റോഡ്രി എടുത്തിട്ടുണ്ട് ഗൈസ്. റോഡ്രി ഏകദേശം നമ്മുടെ റൈഗാർഡിന്റെ അതേ ഒരു ഇതുണ്ട് കേട്ടോ. നല്ല കാർഡാണ്. എനിക്ക് തോന്നുന്നു ഒരു 10 നോക്കുകയാണെങ്കിൽ എന്തായാലും 7.5 8 ഉണ്ടാവും ഉറപ്പാണ്. വെറുതായിട്ടുള്ള കാർഡാണ് മെസ്സി. അക്കാഞ്ചി വന്നിട്ട് എടുത്ത്, പക്ഷെ വെട്ടിക്കാനൊന്നും സമയം കിട്ടില്ല ഗൈസ്. കിമിച്ച് റോഡ്രി അവിടെ പോയി. നടയിട്ട് ഗൈസ്. റോഡ്രി വരുന്നുണ്ട്. ഹക്കീമി. എടാ ഹക്കീമിന്റെ വല്ല ത്രൂ പാസ് എങ്ങനെയാണോ? ഗൈസ് മെസ്സി പുറത്തേക്ക് അടിച്ചു. എനിക്ക് തോന്നുന്നു വിചാരിച്ചു ഇമാരെ അടിച്ചു എന്ന് ലാസ്റ്റ് ആയപ്പോഴത്തേനും. കപ്പല് കണ്ട മച്ചാമാര് ഇമാരെ നമ്മുടെ മാനേജർ ഇപ്പോഴാണ് കറക്റ്റ് കണ്ടേ. പിന്നെ ഞാൻ ഗൈസ് മിനിറ്റോനെ ഇറക്കിട്ടോ. ഞാൻ സബ് മിനിറ്റോനെ ഇറക്കി. പാർക്ക്, ഓവൻ,
രണ്ടും കൂടെ വന്നിട്ട് ഒന്നിച്ചടിച്ചു. കിമ്മിച്ച് കിട്ടിയിട്ടുണ്ട് റൈഗാർഡ്, ഹോസ്റ്റേട്ട, വെല്ലിംഗ കിട്ടി. ഡെന്നിസ്ലോ ഞാൻ SS ഇട്ടിട്ടുണ്ടായിരുന്നു മച്ചാമാരെ. എടാ സ്പീഡിലെ കളി പോണേ. ഡെന്നിസ്ലോ പുയോട് എടുത്ത് കഴിച്ചു. അല്ലെങ്കിൽ കറക്റ്റ് ഒരു ഷോട്ട് അടിക്കാനുള്ള എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഉമ്മയ്ക്കാനോ ഓട്ടക്കാരനോ കഴിച്ചു. അപ്പൊ എന്തായാലും നമ്മുടെ മാച്ച് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഡിവിഷൻ മാച്ച് അപ്പൊ കിടിലൊരു മാച്ച് ആയിരുന്നു. എന്തായാലും നോക്കുകയാണെങ്കിൽ നമ്മുടെ റോഡ്രി അത്യാവശ്യം നല്ലൊരു ഇത് പാക്ക് തന്നെയാണ് ആങ്കർമാൻ. അപ്പൊ നിങ്ങളാരും എടുക്കുന്നുണ്ട് ഉറപ്പായിട്ട് എടുത്ത കഴിച്ചു. അപ്പം നമ്മുടെ ഷോട്ടും കാര്യങ്ങൾ ഇതാണ്. എന്തായാലും ഈ ഒരു മാച്ചിൽ ഇന്ത്യ ബാർസലോണ വെറൈറ്റി ഉണ്ട് ഗൈസ്. എന്തായാലും നല്ലൊരു മാച്ച് ആയിരുന്നു, നല്ലൊരു ഒപ്പോണ്ട് വരുന്നു ഗൈസ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ടും നമ്മുടെ മെയിൻ ചാനൽ വീഡിയോ ആയിട്ട് ലൈവിലൊക്കെ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.